ഹിസലിന്റെ ഫേവറിസം കയ്യോടെ പൊളിച്ച് ബിന്നി. പക്ഷേ ബിന്നിയെ ഓവർടേക്ക് ചെയ്ത് അക്ബർ. സോ ഇന്നത്തെ മോർണിംഗിൽ സംഭവിച്ച കാര്യങ്ങൾ നോക്കാം. സോ ഗിസൈൽ ഇന്ന് രാവിലെ ചായ ഇടാനായിട്ട് വന്നപ്പോഴത്തേക്കിന് വെസലൊന്നും ക്ലീൻഡ് അല്ല. സോ ആസ് യൂഷ്വൽ വെസൽ ടീം ഇന്നലെയും പാത്രങ്ങളൊന്നും കഴുകിയല്ല വെച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് ബിന്നി അവിടെ ഇരുന്ന് പാത്രം കഴുകി കൊടുത്തു. ഒരു പാത്രമാണ് കഴുകി കൊടുത്തത്. ബിന്നി അന്നേരം ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കഴുകുന്നുണ്ട്, കപ്പൊന്നും കഴുകി തരത്തില്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ആക്ച്വലി ബിന്നി പറയുന്നതിനകത്ത് ന്യായം ഉണ്ടായിരുന്നു. എങ്കിൽ കൂടെ ഗിസൈൽ ആദ്യം കിട്ടിയ പാത്രത്തിനകത്ത്, അതായത് ചായ അവിടെ ഉണ്ടാക്കുന്നത് 2 പാത്രത്തിലായിട്ടാണ്. അപ്പോൾ ആദ്യം കിട്ടിയ പാത്രത്തിൽ ചായ ഉണ്ടാക്കി വെച്ചിട്ട് അവിടുന്ന് കപ്പിനകത്ത് ഒഴിച്ച് വെച്ചിട്ട് 10 പേർക്ക് എന്തോ കപ്പ് ഒഴിച്ച് വെച്ചിട്ട് അതിനകത്തും ഗിസൈലിനെ ഇഷ്ടപ്പെടുന്ന, അല്ല ഗിസൈലിന്റെ കൂടെ എപ്പോഴും ചായ കുടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം ചായ കൊണ്ട് കൊടുത്തിട്ട്, എക്സ്പെഷ്യലി നമ്മുടെ ആരിന്റെ അടുത്തൊക്കെ ചായ കൊണ്ട് കൊടുത്തിട്ട് ഗിസൈൽ വാഷ്റൂമിലേക്ക് പോയി. അപ്പോഴത്തെ ബിന്നി സീനാക്കി, ഇതെന്താണ് ഗിസൈൽ കാണിക്കുന്നത്, പെട്ടെന്ന് 10 പേർക്ക് മാത്രം ചായ ഉണ്ടാക്കിയിട്ട് ഒറ്റ പോക്ക്. ഗിസൈൽ തിരിച്ചു വന്നപ്പോൾ ഗിസൈലിനോട് വീണ്ടും വഴക്കിട്ട് തുടങ്ങി. അപ്പോഴത്തേക്കും നമ്മുടെ റേനയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ചായ ഇട്ട് കൊടുക്കും. അപ്പം ഗിസൈലിനോട് ചോദിക്കുകയുണ്ടായി ബിന്നി, എന്തുകൊണ്ടാണ് എനിക്ക് ചായ ഇട്ട് തരാത്തത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചായ ഇട്ട് തരാതെ ഗിസൈൽ എന്തുകൊണ്ടാണ് പോയത്, ഗിസൈലിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ ഗിസൈൽ ചായ കൊണ്ട് കൊടുക്കുന്നുള്ളല്ലോ എന്നുള്ള രീതിയിൽ ബിന്നി ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുകയുണ്ടായി. അപ്പോഴത്തേനും ഗിസൈൽ പറഞ്ഞു, മറ്റേ പാത്രം എനിക്ക് കഴുകി കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതെന്തുകൊണ്ട് ഗിസൈൽ ചോദിക്കുന്നില്ല, ഒരു പാത്രം കിട്ടി ചായ ഉണ്ടാക്കിയിട്ട് ഒറ്റപ്പോക്കങ്ങ് പോയല്ലോ, അപ്പോൾ മറ്റേ പാത്രത്തിന്റെ കാര്യമൊന്നും ചോദിച്ചില്ലല്ലോ, അപ്പോൾ ഞങ്ങൾ അവിടെ കഴുകിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ ബിന്നി പറഞ്ഞു. അപ്പോൾ ഗിസൈൽ പ്രത്യേകിച്ചൊന്നും മറുപടി പറയുന്നില്ല. അപ്പോഴത്തേനും അക്ബർ വന്നിട്ട് കേട്ടോ, അക്ബർ പറഞ്ഞു, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് രാവിലെ 2 പാത്രങ്ങൾ അവിടെ കഴുകി വെക്കുക എന്നുള്ളത്. അത് ചെയ്യാത്ത പക്ഷം ഇങ്ങനെ ഒരു വഴക്കുണ്ടാക്കുന്നതിൽ കാര്യമില്ല എന്നുള്ള രീതിയിൽ അക്ബർ ഓവർടേക്ക് ചെയ്ത് പറഞ്ഞു.